ഹായ് ബഡീസ്, ഇന്ന് ഞാൻ പാലക്കാട് ഫെസ്റ്റിന് പോയിരുന്നു കേട്ടോ. ഗുണ കേവാണ് തീം. 120 രൂപയാണ് പെർ ഹെഡ് റേറ്റ്. എൻട്രൻസിൽ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. നല്ല രസമില്ലേ കാണാൻ? എന്തായാലും നമുക്ക് 120 രൂപയ്ക്ക് ഇത് വർത്താണോ എന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ തന്നെ മഞ്ഞുമൽ ബോയ്സിൻ്റെ കുറേ ഡയലോഗ്സൊക്കെ സ്പീക്കറിലൂടെ കേൾക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ആംബിയൻസ് ശരിക്കും ഫീൽ ചെയ്യും. ഗുണ കേവ് ഒത്തിരി നടക്കാണ്ട് കേട്ടോ. നടന്നിട്ടും തീരുന്നില്ല. ഞാൻ ഈ കാണിക്കുന്നതിലും അപ്പുറം ഉണ്ട് അതിൽ. നല്ലൊരു വിഷ്വലായിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി ഇത് കണ്ടപ്പോൾ തന്നെ. പിന്നെ ശരിക്കും ഇതൊക്കെ കാണുമ്പോൾ ഒറിജിനൽ ആണോ എന്ന് തന്നെ തോന്നും കേട്ടോ. ഞാനെന്തായാലും ഒന്ന് തൊട്ട് നോക്കി. ഇത് വേറെന്തോ കാർഡ്ബോർഡോ എന്താ സാധനം എന്ന് മനസ്സിലാവണില്ല. എന്തോ ഒരു സാധനം വെച്ചിട്ടാണ് ചെയ്തിരിക്കണത്. പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇത് കിളികളുണ്ട്, ശരിക്കും ഒറിജിനൽ പോലെ ഉണ്ടല്ലേ. അവിടെ ഇവിടെ കുരങ്ങുണ്ട്, അതേ കിളി. എൻ്റെ കുഞ്ഞ് വരെ ഞെട്ടിയിരിക്കുകയാണ് കണ്ടോ. ഇത് എന്തടപ്പാ ഇങ്ങനെയെന്ന്. ഇടയ്ക്ക് ഇങ്ങനെ സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നടന്ന് മടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. എന്തായാലും നല്ലൊരു കാര്യമല്ലേ അത്. പിന്നെയാണ് ദ മെയിൻ കേവ് കേട്ടോ. കേവിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് കയറുകയാണ്. നടന്നിട്ടും തീരണില്ല. അതേ അവിടെ വവ്വാലുണ്ട്, അത് മേളിൽ സ്പൈഡർ ഉണ്ട്. എൻ്റെ മേലെന്ത് പ്രേതോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നടക്കുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് പിന്നെ ഭയങ്കര ധൈര്യമായതുകൊണ്ട് നടത്തം ഭയങ്കര സ്പീഡായിരുന്നു. അതാണ് ഈ വീഡിയോയിൽ കാണുന്നതും. ശരിക്കും ഞാൻ ഈയിടെ ഇങ്ങനെ ആഗ്രഹിച്ചായിരുന്നു ഗുണ കേവൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ. എന്താണെന്നറിയില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന പെട്ടെന്ന് കേട്ടു എന്ന് തോന്നുന്നുണ്ട്. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഇതൊരു സെറ്റ് ഇട്ട് വെച്ചിരിക്കുകയാണ്. എന്തായാലും ഇത് ഗുണ കേവ് പോകുന്ന പോലെ തന്നെ ഒരു ഫീലാണ്. ബിക്കോസ് ഈ ഗുഹയിലൂടെ നടക്കുമ്പോൾ, ഒന്നാമത് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ, പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഓരോ ഡയലോഗ്സും, കുട്ടേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡയലോഗൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ പറയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഭീതിയാണ് തോന്നുക. കുറേ പേരുടെ കൂടെ നമ്മൾ പോവുകയാണെങ്കിൽ അത് ആ ഒരു ഫീൽ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ഈ ഗുഹയിലൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. ഈ വീഡിയോയിൽ കാണുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ അവിടെ കാണാനുണ്ട്. നേരിട്ട് കാണുമ്പോഴാണ് ശരിക്കും ആ ഫീല് കിട്ടുക. പിന്നെ ഈ സീൻ ഓർമ്മയുണ്ടോ? നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ശരിക്കും അവനെ ആ കുഴിയിൽ നിന്ന് ഇങ്ങനെ പൊക്കിയെടുക്കുന്ന എൻ്റെ 2 പിള്ളേരും ആഞ്ഞു വലിക്കുകയാണ്. പിന്നെ ഇതേ ഒരു ഗ്രില്ലുണ്ട്. ഇതാ മറ്റേ മഞ്ഞുമൽ ബോയ്സിലുള്ളത് ഓർമ്മയുണ്ടോ? കണ്ടോ, അവിടുന്ന് ഒരു മിസ്റ്റർ പ്രേതം നോക്കുന്നേ. നോക്കി പേടിപ്പിക്കുകയാണ്. ഞാൻ പേടിക്കൂല. ഇളയ ആൾക്കത് ഭയങ്കര ഒരു കൗതുകമായിരുന്നു കേട്ടോ. ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു ആള്. അത് കഴിഞ്ഞപ്പോഴാണ് സ്നോ വേൾഡ് കണ്ടപ്പോൾ തന്നെ 2ൻ്റെയും കിളി പറന്ന് ഇതേ ഓടുന്ന കണ്ടോ. പിള്ളേർ 2 ഓടടാ ഓട്ടം കണ്ടോ. പിടി തരുന്നേ ഇല്ല. പിള്ളേരെ നിർത്തി ഫോട്ടോയൊക്കെ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നേരെ നിന്നാലല്ലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഇതേ കണ്ടോ കങ്കാരു, നല്ല രസമില്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫ്ലവർ വേൾഡ് കേട്ടോ. എൻ്റെ അമ്മ, ശരിക്കും ആലിസ് ഇൻ വണ്ടർലാൻഡ് പോലെയാണ് കേട്ടോ. ഇത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണ കുറച്ച് ഭാഗമേ ഉള്ളൂ. ഇതിൽ ഗുണ കേവ് ആണെങ്കിൽ തന്നെ, സ്നോ വേൾഡ് ആണെങ്കിൽ തന്നെ, ഈ ഫ്ലവർ വേൾഡ് ആണെങ്കിൽ തന്നെ ഇതിലും ഡബിൾ ഉണ്ട് അവിടെ കാണാൻ കേട്ടോ. ഒരു രക്ഷയില്ല. ഇത് സെറ്റിട്ട ആൾ അതിഗംഭീര മൈൻഡ് സെറ്റുള്ള ആളാണെന്ന് തോന്നുന്നുണ്ട്. എന്ത് രസമാണെന്നറിയോ. ശരിക്കും നമ്മൾ സ്വർഗത്തിൽ നിൽക്കണ പോലെ ഒരു ഫീലാണ്. പിന്നെ ഇവിടെ കുഞ്ഞു സ്റ്റാൾസ് ഉണ്ട്. ഒടുക്കത്ത വിലയാണ്. പിന്നെ ബംഗാളി അച്ചാറുണ്ട്. അതിൻ്റെ മേക്കിംഗ് വീഡിയോ കണ്ടതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്കത് മേടിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഈ ഫ്ലവേഴ്സൊക്കെ കാണാൻ എന്ത് രസമല്ലേ. വേറൊരു ലോകത്ത് നിൽക്കുന്നൊരു ഫീലാണ്. പിന്നെ അത് കഴിഞ്ഞ് പിള്ളേരുടെ പ്ലേ സ്റ്റേഷൻസ് ഉണ്ട്. ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ. എന്തായാലും 120 റുപ്പീസിന് ടോട്ടലി വെർത്താണ്. ഫാമിലി എല്ലാവരെയും കൊണ്ട് എന്തായാലും ഇത് കാണാൻ പോകണം. ഈ ചാനൽ ഒരു ക്രാഫ്റ്റ് ചാനലാണ്. പക്ഷേ ഐ തോട്ട് ഇത് ഷെയർ ചെയ്യണമെന്ന്.